ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മളിനി കണ്ടിന്യൂസ് ആയിട്ട് വീക്ക്ലി റിവിഷൻ തരുന്നതായിരിക്കും. കമ്പനി ബോർഡായാലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആയതോ അതുപോലെ എല്ലാ PSCക്കും പറ്റുന്ന പോലെ സിലബസ് കവർ ചെയ്തുകൊണ്ട് എല്ലാ ആഴ്ചയിലും കുറച്ചായിട്ട് നമ്മുടെ റിവിഷൻ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. അതാവുമ്പോൾ നമുക്ക് ലാസ്റ്റ് റിവിഷൻ ക്ലാസ്സസ് മാത്രം എടുത്തിട്ട് പോയാൽ പഠിച്ചു കഴിഞ്ഞവർക്ക് ഈ റിവിഷൻ ക്ലാസ്സസ് മാത്രം കണ്ടിട്ട് പോയി പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിവിഷൻ സീരീസും കൂടി തുടങ്ങുന്നത്. വീക്ക്ലി റിവിഷൻ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറ്റാവുന്ന ഭാഗങ്ങളിൽ നിന്ന് മാത്രം എടുത്തിട്ടുള്ളൂ. ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഇനി വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ റിവിഷൻ ക്ലാസ് തീർക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം ലോക ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1688. ഇതിൽ ഞാൻ എല്ലാത്തിൻ്റെയും വർഷങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വർഷം പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് വർഷം പഠിച്ചു വെക്കാം, അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ളത് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ റിവിഷനിൽ എല്ലാത്തിൻ്റെയും വർഷങ്ങൾക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലാസ് നോക്കാം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എപ്പോഴാണ് നടന്നത്? 1688. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1688. ഇംഗ്ലണ്ട് ഭരിച്ച രാജവംശം സ്റ്റുവർട്ട് രാജവംശമാണ്. ഇംഗ്ലണ്ട് ഭരിച്ച രാജവംശം ഏതാണ്? സ്റ്റുവർട്ട് രാജവംശമാണ്. അതിനു മുമ്പ് ട്യൂഡർ രാജവംശം ഭരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് സ്റ്റുവർട്ട് രാജവംശം ഭരിച്ചിട്ടുള്ളത്. അത് നമ്മൾ ആ ലോക ചരിത്രത്തിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് എപ്പോഴാണ്? 1776. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1688. ഫ്രഞ്ച് വിപ്ലവം നടന്നപ്പോഴാണ്? 1789 സ്റ്റാർട്ട് ചെയ്തു. 1799 ഫ്രഞ്ച് വിപ്ലവം അവസാനിച്ചത്. അതായത് ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചതിനൊക്കെ ശേഷമാണ് ഫ്രഞ്ച് വിപ്ലവം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഫ്രഞ്ച് വിപ്ലവം 1789. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവം 1789 മുതൽ 99 വരെയുള്ള കാലഘട്ടത്തിലാണ് ഫ്രഞ്ച് വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഫ്രാൻസ് ഭരിച്ച രാജവംശം ഏതാണെന്ന് ചോദിച്ചാൽ ബൂർബൻ രാജവംശമാണ്. ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് 1792. അതിനുശേഷം കുറച്ച് ഭരണങ്ങളുണ്ടായിരുന്നു. ഭീകരവാഴ്ച എന്നറിയപ്പെടുന്ന ഭരണം ഉണ്ടായിരുന്നു. അതിനുശേഷം 1799 നെപ്പോളിയൻ ഭരണത്തിൽ വന്ന ആ സമയം വരെയാണ് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായിരുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം 1789 to 99 വരെയാണ്. അടുത്തത് റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തിൻ്റെ വർഷം ഏതാണ്? 1917. എന്തിൻ്റെ വർഷം വരുന്നത്? റഷ്യൻ വിപ്ലവത്തിൻ്റെ വർഷം വരുന്നത് 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ വർഷം. റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്നത് സർ ചക്രവർത്തിമാരെന്നാണ്. ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം എന്നിവയെല്ലാം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1688. ഇംഗ്ലണ്ട് ഭരിച്ച രാജവംശം സ്റ്റുവർട്ട് രാജവംശം. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് 1776. ഫ്രഞ്ച് വിപ്ലവം 1789. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പറയുമ്പോൾ അതിൽ കുറച്ചുകൂടെ പറയാനുണ്ട്. 1773 ബോൺസൺ ടീ പാർട്ടി, കോണ്ടിനെൻ്റൽ സമ്മേളനങ്ങൾ എല്ലാം പറയാണ്ട്. അത് നമ്മൾ അടുത്ത റിവിഷനിൽ അത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കാം. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവം 1789 മുതൽ 99 വരെ ഫ്രാൻസ് ഭരിച്ച രാജവംശം ബൂർബൻ രാജവംശമാണ്. ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് 1792. റഷ്യൻ വിപ്ലവം 1917. റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ സർ ചക്രവർത്തിമാരാണ്. ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം എന്നിവ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ തെക്കേ അമേരിക്കയും അതുപോലെ മധ്യ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളുമാണ് ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളെയുമാണ് ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെടുന്നത്. ചൈനീസ് വിപ്ലവം എന്തിൻ്റെ കാരണമാണ് ഉണ്ടായിരുന്നത്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഈ കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. ബോക്സർ കലാപം നടന്ന എന്നാണ്? 1900 ചൈനയിലെ ബോക്സർ കലാപം. ചൈന 1900. ലോങ് മാർച്ച് 1934. മാവോ സെ തുങ്ങിൻ്റെ നേതൃത്വത്തിലായിരുന്നു ലോങ് മാർച്ച്. 1934 ചൈനയിലാണ്. 1949 ഒക്ടോബർ 1 ചൈന റിപ്പബ്ലിക് ആയത്. അപ്പോൾ ചൈന റിപ്പബ്ലിക് ആയത് എന്നാണ് ചോദിച്ചാൽ 1949 ഒക്ടോബർ 1. ഇനി നമുക്ക് കുറച്ച് യുദ്ധങ്ങൾ നോക്കാം.
കുറച്ച് യുദ്ധങ്ങൾ എന്നല്ല, ഒന്നാം ലോക മഹായുദ്ധങ്ങൾ ഉണ്ടല്ലോ, ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, ആദ്യത്തെ ഭാഗം നോക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ കുറച്ച് പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ പാൻ സ്ലാവ് പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യ. പാൻ സ്ലാവ് പ്രസ്ഥാനം റഷ്യ. പാൻ ജർമ്മൻ പ്രസ്ഥാനം ജർമ്മനി. അല്ലെ ജർമ്മൻ ഉള്ളതോടെ നമുക്ക് തെറ്റില്ല. അപ്പോൾ പാൻ സ്ലാവ് റഷ്യ, പാൻ ജർമ്മൻ ജർമ്മനി. പ്രതികാര പ്രസ്ഥാനം ചോദിച്ചു പറഞ്ഞാൽ തെറ്റിപ്പോകരുത്, അത് ഫ്രാൻസ് ആണ്. പ്രതികാര പ്രസ്ഥാനം എവിടെയാണ്? ഫ്രാൻസിലാണ് പ്രതികാര പ്രസ്ഥാനം. ഫാസിസം എവിടെയായിരുന്നു? ഇറ്റലിയിലായിരുന്നു, മുസോളിനി ആയിരുന്നു അല്ലേ ഫാസിസം, ഇറ്റലി. അതുപോലെ അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ ഉണ്ടായിരുന്നതാണ് നാസിസം. അഡോൾഫ് ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ ജർമ്മനിയിൽ ഉണ്ടായിരുന്നതാണ് എന്ത്? നാസിസം എന്ന് പറയുന്നത്. ഇനി ത്രികക്ഷി സഖ്യത്തിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ത്രികക്ഷി സഖ്യത്തിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് ഓസ്ട്രിയ, ഹംഗറി, ജർമ്മനി, ഇറ്റലി എന്നിവ. ത്രികക്ഷി സഖ്യത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്? ഓസ്ട്രിയ, ഹംഗറി, ജർമ്മനി, ഇറ്റലി. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഏതൊക്കെ ഉണ്ടായിരുന്നത്? ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങളായിരുന്നു. നമുക്കറിയാലേ ബ്രിട്ടനും അതുപോലെ ഫ്രാൻസും നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് യുദ്ധങ്ങൾ, കർണാട്ടിക് യുദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ അവിടെ പോയിട്ട് എന്ത് ചെയ്തു? അവരൊരു സൗഹാർദ്ദമായി എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ചേർക്കുമ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. ത്രികക്ഷി സഖ്യം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ഓസ്ട്രിയ, ഹംഗറി, ജർമ്മനി, ഇറ്റലി. ഓസ്ട്രിയ, ഹംഗറി, ജർമ്മനി, ഇറ്റലി എന്നിവയാണ് ത്രികക്ഷി സഖ്യത്തിലുള്ളത്. സൗഹാർദ്ദത്തിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ. ഒന്നാം ലോക മഹായുദ്ധം നടന്ന കാലയളവ് ഏതൊക്കെയാണ്? 1914 മുതൽ 1914 ജൂലൈ 28 മുതൽ 1918 നവംബർ 11 വരെയായിരുന്നു. 1914 ജൂലൈ 28 മുതൽ 1918 നവംബർ 11 വരെയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം നടന്ന സമയം എന്ന് പറയുന്നത്. ഇനി രണ്ടാം ലോക മഹായുദ്ധം നോക്കാം. 1939 സെപ്റ്റംബർ 1 മുതൽ 1945 സെപ്റ്റംബർ 2 വരെയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം നടന്നത്. രണ്ടാം ലോക മഹായുദ്ധം 1939 സെപ്റ്റംബർ 1 മുതൽ 1945 സെപ്റ്റംബർ 2 വരെയാണ്. അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അച്ചുതണ്ട് ശക്തികളിലാണ് ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. നമ്മൾ പറഞ്ഞു ഇറ്റലിയിൽ ആരാണ്? മുസോളിനി എന്ന് പറഞ്ഞു. അതുപോലെ ജർമ്മനിയിൽ ആരായിരുന്നു? ഹിറ്റ്ലർ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ കൂടെ ആരാണ്ടായിരുന്നത്? ജപ്പാനാണ്. കാരണം ഇവർക്കാണ് ചേരികളൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഒരു അച്ചുതണ്ട് ശക്തികൾ എന്നുള്ള രീതിയിൽ ഒരു സഖ്യം ഉണ്ടാക്കിയത്. അച്ചുതണ്ട് ശക്തികൾ ആരൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അപ്പോൾ അതിനെതിരെ വന്നതാണ് എന്ത്? സഖ്യശക്തികൾ എന്ന് പറയുന്നത്. ബ്രിട്ടനും ഫ്രാൻസിനും ആണല്ലേ അവിടെ ഇവിടെയൊക്കെ എന്താണ് ഉണ്ടായിരുന്നത്? ചേരികൾ അല്ലെങ്കിൽ കോളനികൾ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അവർക്കെതിരെ വന്നത് ആരാണ്? സഖ്യശക്തികളാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, USSR, അമേരിക്ക എന്നിവരായിരുന്നു സഖ്യശക്തിയിലുണ്ടായിരുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. അച്ചുതണ്ട് ശക്തികൾ ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. സഖ്യശക്തികൾ ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, USSR, അമേരിക്ക എന്നിവരാണ്. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ചോദിച്ചാൽ 1945 ഓഗസ്റ്റ് 6-നാണ് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത്. 1945 ഓഗസ്റ്റ് 6-നാണ്. ആ ബോംബിൻ്റെ പേരാണ് ലിറ്റിൽ ബോയ് എന്ന് പറയുന്നത്. എന്താണ്? ലിറ്റിൽ ബോയ് എന്നാണ് ആ ബോംബിൻ്റെ പേര്. അതൊരു യുറേനിയം ബോംബായിരുന്നു. അതുപോലെ തന്നെ അമേരിക്ക നാഗസാക്കിയിൽ ആറ്റം ബോംബ് വർഷിച്ച എന്നാണ് ചോദിച്ചാൽ 1945 ഓഗസ്റ്റ് 9-നാണ്. അവർ വർഷിച്ച ബോംബിൻ്റെ പേര് ഫാറ്റ് മാൻ എന്നാണ്. അതൊരു പ്ലൂട്ടോണിയം ബോംബാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അമേരിക്ക നാഗസാക്കിയിൽ ആറ്റം ബോംബ് വർഷിച്ച 1945 ഓഗസ്റ്റ് 9 ഫാറ്റ് മാൻ എന്ന ബോംബായിരുന്നു. പ്ലൂട്ടോണിയം ബോംബാണ് അത്. അമേരിക്ക അതുപോലെ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എപ്പോഴാണ്? 1945 ഓഗസ്റ്റ് 6-നാണ്. ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബാണ്. നാഗസാക്കിയിൽ ആറ്റം ബോംബ് വർഷിച്ചത് 1945 ഓഗസ്റ്റ് 9-നാണ്. ഫാറ്റ് മാൻ എന്ന പ്ലൂട്ടോണിയം ബോംബാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ നോക്കുകയാണ്. കറണ്ട് അഫയേഴ്സ് അല്ല, 2024 നൊബേൽ പ്രൈസിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ജപ്പാനിലെ അണുബോംബ് അതിജീവിച്ചവരുടെ സംഘടനയായ നിഹോൺ ഹിഡാൻക്യോക്കാണ്. ആർക്കാണ്? നിഹോൺ ഹിഡാൻക്യോ എന്ന സംഘടനയ്ക്കാണ് അല്ലേ. അവരുടെ ഇതെന്തായിരുന്നു പറഞ്ഞാൽ ആണവായുധരഹിത ലോകം എന്ന ലക്ഷ്യം, ആണവായുധങ്ങൾക്കെതിരെ നടത്തിയ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടാണ്
ഇവർക്ക് ഈ പുരസ്കാരം നൽകിയത് ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനങ്ങൾ അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യോ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നോബൽ പ്രൈസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വരികയാണ് പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഹിരോഷിമ നാഗസാക്കിയുമായി ബന്ധപ്പെട്ടിട്ട് 2024 നോബൽ പ്രൈസ് ചോദിക്കുകയാണ് പറഞ്ഞാൽ അത് നിഹോൺ ഹിഡാൻക്യോ എന്ന സംഘടനയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ബെർണാഡ് ബറൂച്ച് ആണ്. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബെർണാഡ് ബറൂച്ച് ആണ്. ശീതസമരം എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വാൾട്ടർ ലിപ്മാൻ ആണ്. ശീതസമരകാലത്തെ സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. US-ന്റെ നേതൃത്വത്തിൽ നാറ്റോ, സിയാറ്റോ, സെൻറ്റോ. US-ന്റെ നേതൃത്വത്തിൽ ഏതൊക്കെയായിരുന്നു? നാറ്റോ, സിയാറ്റോ, സെൻറ്റോ എന്നിവരായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സഖ്യം ഏതായിരുന്നു ചോദിച്ചാൽ അത് വാൾസാ ഉടമ്പടിയായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യം വാൾസാ ഉടമ്പടിയായിരുന്നു. US-ന്റെ നേതൃത്വത്തിൽ നാറ്റോ, സിയാറ്റോ, സെൻറ്റോ എന്നിവയാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? ബന്ദുങ് സമ്മേളനമാണ്. ഇന്തോനേഷ്യയിൽ വെച്ചിട്ടാണ് നടന്നത്. 1955 നടന്നത്. ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ച സമ്മേളനം ബന്ദുങ് സമ്മേളനം ഇന്തോനേഷ്യയിൽ വെച്ചിട്ടാണ് നടന്നത്. 1955 ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റിക് ചാർട്ടർ ആണ്. ഏതാണ്? അറ്റ്ലാന്റിക് ചാർട്ടറാണ്. ആസ്ഥാനം ജനീവയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ UN-ന്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. 1945 ജൂൺ 26 ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത്. 1945 ജൂൺ 26 ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത്. അതിൻ്റെ പ്രധാന ഘടകങ്ങളാണ് പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹിക സമിതി, സെക്രട്ടേറിയറ്റ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. ഇതിൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത് എന്താണ്? UN-ന്റെ കാലഹരണപ്പെട്ട ഘടകമാണ്. ഏതാണ്? UN-ന്റെ കാലഹരണപ്പെട്ട ഘടകത്തെയാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന ഘടകമാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഇനി നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ കുറച്ച് യുദ്ധങ്ങളുടെ പേര് പഠിക്കാം. ഒന്നാം തറൈൻ യുദ്ധം നടന്നത് AD 1191 അത് പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിലായിരുന്നു. അതിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഒന്നാം തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനാണ് വിജയം വരിച്ചത്. മുഹമ്മദ് ഗോറി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. AD 1191 രണ്ടാം തറൈൻ യുദ്ധം നടന്നത് AD 1192 അടുത്ത വർഷം തന്നെയാണ്. അതിൽ മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. ആദ്യത്തേതിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. രണ്ടാമത്തേതിൽ മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. ഒന്നാം പാനിപ്പറ്റ് യുദ്ധം നടന്ന വർഷം ഏതാണ്? 1526 ഒന്നാം പാനിപ്പറ്റ് യുദ്ധം നടന്നത്. 1526 അതിൽ ഇബ്രാഹിം ലോധിയെ ബാബർ പരാജയപ്പെടുത്തി. ഇനി അടുത്തത് ഗാൻവാ യുദ്ധം 1527 ബാബർ റാണ സംഗയെ പരാജയപ്പെടുത്തി. ബാബർ ആരെയാണ് പരാജയപ്പെടുത്തിയത്? റാണ സംഗയെ പരാജയപ്പെടുത്തി. ഗാഗ്ര യുദ്ധം നടന്നത് 1529 ബാബർ മുഹമ്മദ് ലോധിയെയും സുൽത്താൻ നസ്രത്ത് ഷായെയും പരാജയപ്പെടുത്തിയതാണ് ഗാഗ്ര യുദ്ധം എന്ന് പറയുന്നത്. 1529 കനൗജ് യുദ്ധം 1540 ഷേർഷാ രണ്ടാം തവണ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കനൗജ് യുദ്ധം എന്ന് പറയുന്നത്. ഷേർഷായാണ് രണ്ടാം തവണ ഹുമയൂണിനെ പരാജയപ്പെടുത്തി. രണ്ടാം പാനിപ്പറ്റ് യുദ്ധം നടന്നത് 1556 രണ്ടാം പാനിപ്പറ്റ് യുദ്ധം 1556 അക്ബർ ഹെമുവിനെ പരാജയപ്പെടുത്തി. ഒന്നാം പാനിപ്പറ്റ് യുദ്ധം നടന്നത് 1526 ഇബ്രാഹിം ലോധിയെ ബാബർ പരാജയപ്പെടുത്തിയെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാം പാനിപ്പറ്റ് യുദ്ധം നടന്നത് 1556 അക്ബർ ഹെമുവിനെയാണ് പരാജയപ്പെടുത്തിയത്. ചൗസ യുദ്ധം 1539 ഷേർഷാ ഹുമയൂണിനെ പരാജയപ്പെടുത്തി. ചൗസ യുദ്ധത്തിൽ 1539 ചൗസ യുദ്ധത്തിൽ ഷേർഷാ ഹുമയൂണിനെ പരാജയപ്പെടുത്തി. ഇനി അടുത്തത് ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 മുതൽ 1748 വരെയാണ്. ഞാൻ ഇത് പറഞ്ഞല്ലോ ത്രികക്ഷി സൗഹാർദ്ദം പറഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും അതുപോലെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പിന്നെ റഷ്യയും കൂടിയായിരുന്നു. ഇവിടെ യുദ്ധം നടത്തിയിട്ട് അവിടെ പോയിട്ട് അവർ സൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് നടന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു. ബ്രിട്ടനും ഫ്രാൻസും തമ്മിലായിരുന്നു. 1746 മുതൽ 1748 വരെയായിരുന്നു ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്നിരുന്നത്. അതിൽ ഫ്രഞ്ചുകാർ മദ്രാസ് പിടിച്ചെടുത്തു.
രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്നത് 1749 മുതൽ 1754 വരെയാണ്. ബ്രിട്ടീഷുകാർ ആർക്കോട്ട് പിടിച്ചെടുത്തു. മൂന്നാം കർണാട്ടിക് യുദ്ധം നടന്നത് 1757 മുതൽ 1763 വരെയാണ്. മൂന്നാം കർണാട്ടിക് യുദ്ധം 1757 ടു 1763 വരെയാണ്. ഇനി നമുക്ക് മൈസൂർ യുദ്ധം നോക്കാം. ഒന്നാം മൈസൂർ യുദ്ധം നടന്നത് 1767 മുതൽ 1769 വരെയായിരുന്നു. ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിലാണ് ഒന്നാം മൈസൂർ യുദ്ധം നടന്നത്. ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. രണ്ടാം മൈസൂർ യുദ്ധം നടന്നത് 1780 മുതൽ 1784 വരെയാണ്. അത് മംഗലാപുരം സന്ധിയോടെ അവസാനിച്ചു. മൂന്നാം മൈസൂർ യുദ്ധം നടന്നത് 1790 മുതൽ 1792 വരെയാണ്. നാലാം മൈസൂർ യുദ്ധം 1799 നടന്നത്. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 ടു 1748 വരെ ഫ്രഞ്ചുകാർ മദ്രാസ് പിടിച്ചെടുത്തു. രണ്ടാം കർണാട്ടിക് യുദ്ധം 1749 മുതൽ 1754 വരെ ബ്രിട്ടീഷുകാർ ആർക്കോട്ട് പിടിച്ചെടുത്തു. മൂന്നാം കർണാട്ടിക് യുദ്ധം 1757 മുതൽ 1763 വരെയായിരുന്നു. ഇനി ഒന്നാം മൈസൂർ യുദ്ധം 1767 മുതൽ 1769 വരെയായിരുന്നു. ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. രണ്ടാം മൈസൂർ യുദ്ധം 1780 മുതൽ 1784 വരെയായിരുന്നു. മംഗലാപുരം സന്ധിയിലാണ് അത് അവസാനിച്ചത്. മൂന്നാം മൈസൂർ യുദ്ധം 1790 മുതൽ 1792 വരെയാണ്. നാലാം മൈസൂർ യുദ്ധം 1799 ഒന്നാം മറാഠ യുദ്ധം നടന്ന കാലവർഷം 1775 മുതൽ 1782 വരെയാണ്. സാൽബായ് ഉടമ്പടിയിലൂടെയാണ് യുദ്ധം അവസാനിച്ചത്. 1782 സാൽബായ് ഉടമ്പടിയിലൂടെയാണ് ഒന്നാം മറാഠ യുദ്ധം അവസാനിച്ചത്. ഒന്നാം മറാഠ യുദ്ധം നടന്നത് 1775 മുതൽ 1782 വരെയാണ്. രണ്ടാം മറാഠ യുദ്ധം നടന്നത് 1803 മുതൽ 1805 വരെയാണ്. 1805 രാജ്ഘട്ട് ഉടമ്പടിയോടെ യുദ്ധം അവസാനിച്ചു. മൂന്നാം മറാത്ത യുദ്ധം നടന്നത് 1817 മുതൽ 1819 വരെയുള്ള കാലയളവിലാണ്. അപ്പോൾ ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം നടന്നത് 1845 മുതൽ 1846 വരെയാണ്. ലാഹോർ സമാധാന സന്ധിയിലൂടെയാണ് ഈ യുദ്ധം അവസാനിച്ചത്. 1846 മാർച്ച് 9 ലാഹോർ സമാധാന സന്ധി ഒപ്പുവെച്ചത്. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം 1845 ടു 1846. രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം നടന്നത് 1848 മുതൽ 1849 വരെയായിരുന്നു. രണ്ടും ഓരോ വർഷ കാലയളവിലാണ്. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം 1845 ടു 46. രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം 1848 ടു 49. പ്ലാസി യുദ്ധം നടന്നപ്പോഴാണ് 1757 പ്ലാസി യുദ്ധം നടന്നത്. 1757 പ്ലാസി യുദ്ധം നടന്നത്. ബക്സാർ യുദ്ധം നടന്നത് 1764. ബക്സാർ യുദ്ധം നടന്നപ്പോഴാണ് 1764. അപ്പോൾ ഒന്നാം മറാഠ യുദ്ധം 1775 മുതൽ 1782 വരെ സാൽബായ് സന്ധി ഉടമ്പടിയിലാണ് അത് അവസാനിച്ചത്. 1782 സാൽബായ് ഉടമ്പടി. രണ്ടാം മറാത്ത യുദ്ധം നടന്നത് 1803 മുതൽ 1805 വരെയാണ്. രാജ് ഉടമ്പടിയിലൂടെയാണ് അത് അവസാനിച്ചത്. മൂന്നാം മറാഠ യുദ്ധം നടന്നത് 1817 ടു 19 വരെയാണ്. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം 1845 മുതൽ 46 വരെ. രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം നടന്നത് 1848 ടു 1849. പ്ലാസി യുദ്ധം 1757 ബക്സാർ യുദ്ധം നടന്നത് 1764. സന്യാസി ലഹള നടന്നപ്പോഴാണ് 1763 ടു 1800 വരെയാണ് സന്യാസി ലഹള നടന്നത്. ഇത് നടന്ന പ്രദേശം ചോദിക്കുകയാണ് പറഞ്ഞാൽ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലായിട്ടാണ് സന്യാസി ലഹള നടന്നത്. 1763 മുതൽ 1800 വരെയായിരുന്നു. അതുപോലെ കട്ടബൊമ്മൻ വിപ്ലവം അല്ലെങ്കിൽ പോളിഗർ വിപ്ലവം എന്നറിയപ്പെടുന്ന വിപ്ലവം നടന്നത് 1799 മുതൽ 1805 വരെയായിരുന്നു. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് ഇത് നടന്നത്. ഇത് നടന്ന പ്രദേശം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ്. അതിന് നേതൃത്വം നൽകിയത് വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ്. അതുകൊണ്ടാണ് കട്ടബൊമ്മൻ വിപ്ലവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ കട്ടബൊമ്മൻ വിപ്ലവം, പോളിഗർ വിപ്ലവം 1799 മുതൽ 1805 വരെയാണ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ്. ഒന്നാം പഴശ്ശി കലാപം നടന്നപ്പോഴാണ് 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം നടന്നത്. രണ്ടാം പഴശ്ശി കലാപം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. കുറിച്യ കലാപം നടന്നത് 1812 കുറിച്യ കലാപം നടന്നത്.
കുറിച്യ കലാപം 1812. നീലം കർഷക കലാപം നടന്നത് 1859 നീലം കർഷക കലാപം നടന്നത് 1859. സാന്താൾ കലാപം നടന്നത് 1855 മുതൽ 56 വരെയാണ് സാന്താൾ കലാപം നടന്നത്. ഡെക്കാൻ കാർഷിക കലാപം നടന്നത് 1875 ഡെക്കാൻ കാർഷിക കലാപം നടന്നത്. ശിപ്പായി ലഹള എപ്പോഴാണ്? 1857 ശിപ്പായി ലഹള. മലബാർ കലാപങ്ങൾ നടന്നത് 1921 മലബാർ കലാപങ്ങൾ നടന്നത്. ഇനി നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലുള്ള കുറച്ച് ഭാഗങ്ങളും കൂടി നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഓരോ ഭാഗത്ത് ആരെല്ലാമാണ് നേതൃത്വം നൽകിയത് എന്നാണ് ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബഹദൂർ ഷാ സഫറാണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത്. റാണി ലക്ഷ്മിബായി ആണ് ഝാൻസിയിൽ നേതൃത്വം നൽകിയത്. നാനാ സാഹിബാണ് കാൺപൂരിൽ നേതൃത്വം നൽകിയത്. താന്തിയ തോപ്പിയാണ് കാൺപൂരിൽ നേതൃത്വം നൽകിയത്. താന്തിയ തോപ്പി നേതൃത്വം നൽകിയതും കാൺപൂരിലാണ്. ബീഗം ഹസ്രത്ത് മഹൽ അവധിലാണ് നേതൃത്വം നൽകിയത്. കുൻവർ സിംഗ് ബീഹാറിലെ ആരയിലാണ് നേതൃത്വം നൽകിയത്. മൗലവി അഹമ്മദുള്ള ഫൈസാബാദ്. ജനറൽ ഭക്ത് ഖാൻ ഡൽഹിയിലാണ്. മണി രാം ദത്തയാണ് അസമിൽ നേതൃത്വം നൽകിയത്. അപ്പോൾ ഡൽഹിയിൽ ബഹദൂർ ഷാ സഫർ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, കാൺപൂരിൽ നാനാ സാഹിബ് താന്തിയ തോപ്പി, അവധിൽ ബീഗം ഹസ്രത്ത് മഹൽ, ബീഹാറിലെ ആരയിൽ കുൻവർ സിംഗ്, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, അതുപോലെ ഡൽഹിയിൽ ജനറൽ ഭക്ത് ഖാൻ. മണിറാം ദത്ത നേതൃത്വം നൽകിയത് അസമിലാണ്. ഇനി നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? ദോണ്ടു പന്ത് എന്നായിരുന്നു. താന്തിയ തോപ്പിയുടെ യാഥാർത്ഥ പേരെന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ്. റാണി ലക്ഷ്മിബായിയുടെ യാഥാർത്ഥ നാമമാണ് മണികർണിക എന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാണെന്ന് ചോദിച്ചാൽ പ്രീതിലത വഡേദാറാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി. ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ പ്രായം കുറഞ്ഞ രക്തസാക്ഷി ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ ഖുദ്ദീറാം ബോസ് ആണ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? കൻവർ സിംഗ് ആണ് ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത്. 1857 കലാപത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും കൻവർ സിംഗ് ആണ്. 1857 കലാപത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയെയാണ്. കലാപത്തിൻ്റെ ബുദ്ധി കേന്ദ്രം നാനാ സാഹിബ്. കലാപത്തിൻ്റെ അംബാസിഡർ അസീമുള്ള ഖാനാണ്. ഇനി വിപ്ലവത്തിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ദത്തവകാശ നിയമം 1848 ദത്തവകാശ നിയമം, 1854 പോസ്റ്റ് ഓഫീസ് നിയമം, അതുപോലെ 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെൻറ്റ് നിയമം, 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം, അതുപോലെ നാട്ടുരാജ്യങ്ങളെ നേരിട്ട് ബ്രിട്ടീഷുകാർ അവരുടെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത് നാട്ടുരാജ്യങ്ങൾക്ക് അവരോടുള്ള എതിർപ്പിന് കാരണമായി. അതുപോലെ തന്നെ മിഷണറിമാരുടെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തനങ്ങളോട് ബ്രിട്ടീഷുകാർ എന്താ ചെയ്തു? അനുകൂലമായ ഒരു മനോഭാവം പുലർത്തിയതും പലർക്കും ബ്രിട്ടീഷുകാരോടുള്ള വിരോധത്തിന് എതിർപ്പിന് കാരണമായി. അതുപോലെ നമ്മുടെ തദ്ദേശീയ ജനതയുടെ മതജാതീയ ആചാരങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ ഇടപെടലായിരുന്നു. അതിലൊക്കെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, സതി നിരോധനമൊക്കെ അതിൽ പെടുന്നതാണ്. അതുപോലെ കാർഷിക മേഖലയിലെ അസംതൃപ്തിയും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനുള്ള അല്ലെങ്കിൽ 1857 വിപ്ലവത്തിനുള്ള കാരണങ്ങളിൽ പെട്ടതായിരുന്നു. അതിൽ പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1856 മുതൽ 57 വിപ്ലവം നടന്നത്. 56 മുതൽ സൈനികർക്ക് ഉപയോഗിക്കാൻ എൻഫീൽഡ് P53 എന്ന പുതിയ തരം തോക്കുകളും തിരകളും നൽകിയത്. എൻഫീൽഡ് P53 അത് നൽകിയത് സൈനികർക്കിടയിൽ തന്നെ ഒരു എതിർപ്പിന് കാരണമായി, ഇവർക്കെതിരെ എതിർപ്പിന് കാരണമായി. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, എതിർക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ തരം തോക്കിൽ ഉപയോഗിക്കേണ്ടിയിരുന്ന തിരകളുടെ ആവരണത്തിൽ പശുവിൻ്റെയും പന്നിയുടെയും കുഴപ്പ് പുരട്ടിയിട്ടുണ്ടായിരുന്ന വാർത്ത പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും, മുസ്ലിങ്ങളായാലും ബ്രാഹ്മണർ പോലെയുള്ളവർക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അത് 1857 ജനുവരി മുതൽ നിർബന്ധിച്ച് സൈന്യത്തിൽ ബ്രിട്ടീഷുകാർ നിർബന്ധിച്ച് ഉപയോഗിപ്പിച്ചു തുടങ്ങി. അതായിരുന്നു പ്രധാന കാരണം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. സ്ഥലം മീററ്റിലാണ്. വിപ്ലവം ആരംഭിച്ച സ്ഥലം ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ മീററ്റിലാണ്.
ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ ഉള്ളതും ഉത്തർപ്രദേശിൽ തന്നെയാണ്. ഇതിൻ്റെ ചിഹ്നം 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നം താമരയും ചപ്പാത്തിയുമാണ്. ബ്രിട്ടീഷുകാർ ഈ വിപ്ലവത്തിന് നൽകിയ പേരാണ് എന്ത്? ശിപ്പായി ലഹള എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാർ ഇതിനെ വിശേഷിപ്പിച്ചത് ഡെവിൾസ് വിൻഡ് എന്നാണ്. ഡെവിൾസ് വിൻഡ്, അതായത് ചെകുത്താൻ്റെ കാറ്റ് എന്നെല്ലാമാണ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനാണ് അഡ്ജുട്ടന്റ് ലഫ്റ്റനന്റ് ബെംറ്റെ ഹെൻറി ബോഗ് എന്നതും മേജർ ജെയിംസ് ഹ്യൂസണും. അപ്പോൾ ഹെൻറി ബോഗും മേജർ ജെയിംസ് ഹ്യൂഗണുമാണ് മംഗൾ പാണ്ഡെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കാരണത്താൽ തൂക്കിലേറ്റപ്പെട്ട സൈനികനാണ് ഈശ്വരി പ്രസാദ്, ജമേദാർ ഈശ്വരി പ്രസാദ് എന്ന് പറയുന്നത്. 1857 ഏപ്രിൽ 1 അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. മംഗൾ പാണ്ഡെയെ കീഴടങ്ങാൻ സഹായിച്ച ഇന്ത്യൻ സൈനികനാണ് ഷെയ്ഖ് പൽതു. ഷെയ്ഖ് പൽതു എന്ന് പറയുന്നത് 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത്. എപ്പോഴാണ്? 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയത്. മംഗൾ പാണ്ഡെ 34 ബംഗാൾ ദേശീയ കാലാൾപ്പടയിലെ അംഗമായിരുന്നു. 34 ബംഗാൾ ദേശീയ കാലാൾപ്പടയിലെ അംഗമായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരിയായിരുന്നത് ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. അദ്ദേഹമാണ് 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയും. ഈ വിപ്ലവകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശം ഡൽഹിയാണ്. വിപ്ലവം പുറപ്പെട്ടത് സ്ഥലം ചോദിച്ചു പറഞ്ഞാൽ അത് മീററ്റാണ്. ആദ്യം കീഴടക്കിയ പ്രദേശം ഡൽഹിയാണ്. അതിനുശേഷം അവരെന്ത് ചെയ്തു? ഇന്ത്യയുടെ ചക്രവർത്തിയായി ബഹദൂർ ഷാ രണ്ടാമനെ പ്രഖ്യാപിക്കുകയുണ്ടായി. ബഹദൂർ ഷാ രണ്ടാമനെ പ്രഖ്യാപിച്ചു. 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമൻ്റെ പേരിൽ പുറപ്പെട്ട വിളംബരമാണ് അസംഗഡ് വിളംബരം എന്ന് പറയുന്നത്. അസംഗഡ് വിളംബരം എന്ന് പറയുന്നത്. ഈ ഡൽഹി കലാപത്തിൽ നേതൃത്വം കൊടുത്ത മുഗൾ ഭരണാധികാരി ആരാണെന്ന് നമ്മൾ പറഞ്ഞു? ബഹദൂർ ഷാ സെക്കൻഡിലെ. അദ്ദേഹത്തിൻ്റെ സൈനിക ജനറലാണ് ബഖ്ത് ഖാൻ എന്ന് പറയപ്പെടുന്നത്. ആരാണ്? ബഖ്ത് ഖാൻ എന്ന് പറയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വിപ്ലവകാരികൾ പിടിച്ചെടുത്തത് ഡൽഹിയാണെന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാർ വിപ്ലവകാരികളിൽ നിന്നും തിരിച്ചുപിടിച്ച ആദ്യ പ്രദേശവും ഡൽഹി തന്നെയാണ്. ഡൽഹി വിപ്ലവത്തെ അടിച്ചമർത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ജോൺ നിക്കോൾസൺ ആണ്. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നാണ് ജോൺ നിക്കോൾസനെ അറിയപ്പെടുന്നത്. ബഹദൂർ ഷാ രണ്ടാമനെ പുത്രന്മാരെയും പൗത്രനെയും വിചാരണ കൂടാതെ വെടിവെച്ച് കൊന്നത് വില്യം ഹോഡ്സൺ ആണ്. ആരാണ്? വില്യം ഹോഡ്സൺ ആണ് ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് റങ്കൂണിലേക്കാണ്. അതുപോലെ നമ്മൾ ദത്താവകാശ നിരോധന നിയമം പറഞ്ഞു. എപ്പോഴാണ് ദത്താവകാശ നിരോധന നിയമം? 1848 എന്ന് പറഞ്ഞു. അത് നടപ്പിലാക്കിയത് ആരായിരുന്നു? ഡൽഹൌസി പ്രഭുവാണ് നടപ്പിലാക്കിയത്. നിരോധിച്ചത് കാനിങ് പ്രഭുവാണ്. 1859 അത് നിരോധിച്ചത്. ദത്താവകാശ നിരോധന നിയമം നിരോധിച്ചത് കാനിങ് പ്രഭുവാണ്. ഈ ദത്താവകാശ നിരോധന നിയമപ്രകാരം ആദ്യം കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം എന്ന് പറയുന്നത് സത്താറയാണ്. ഏറ്റവും ആദ്യം കൂട്ടിച്ചേർത്ത പ്രദേശം നാട്ടുരാജ്യം സത്താറയാണ്. ഈ കലാപത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം ചോദിച്ചു പറഞ്ഞാൽ അത് അവധാണ്. കേരളത്തിലെ നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ കിട്ടൂർ. ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യമാണ് കിട്ടൂർ എന്ന് പറയുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പോരാടിയവരാണ് കിട്ടൂർ ചെന്നമ്മ എന്ന് പറയുന്നത്. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് എപ്പോഴാണ്? 1858 ജൂൺ 18 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോൺ ലോറൻസും ജോൺ സീലി, GB മില്ലിസൺ എന്നിവരാണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കറാണ്. അതുപോലെ ഇന്ത്യക്കാരൻ ആരാണ് ചോദിച്ചാൽ VD സവർക്കറാണ്. അതുപോലെ 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാൾ മാർക്സ് വിലയിരുത്തിയത് ഏത് പത്രത്തിലൂടെയാണ് ചോദിച്ചാൽ ന്യൂയോർക്ക് ട്രിബ്യൂണലിലൂടെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഫ്രഞ്ച് വിപ്ലവവുമായി താരതമ്യം ചെയ്തത് കാറൽ മാർക്സ് ആണ്. അദ്ദേഹം തന്നെയാണ് ന്യൂയോർക്ക് ട്രിബ്യൂൺ എന്ന പത്രത്തിലൂടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിലയിരുത്തിയത്.
അതുപോലെ 1857 വിപ്ലവത്തെ വാണിജ്യ മുതലാളിത്തത്തിനെതിരായ ഫ്യൂഡലിസത്തിൻ്റെ അവസാന നിലപാട് എന്ന് പറഞ്ഞത് എം.എൻ. റോയാണ്. അവസാന നിലപാട് എന്ന് പറഞ്ഞത് ആരാണ്? എം.എൻ. റോയാണ്. എന്നാൽ 1857 വിപ്ലവത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. മാറിപ്പോവരുത്. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവും വാണിജ്യ മുതലാളിത്തത്തിനെതിരായ ഫ്യൂഡലിസത്തിൻ്റെ അവസാന നിലപാട് എന്ന് പറഞ്ഞത് എം.എൻ. റോയുമാണ്. അതുപോലെ 1857 വിപ്ലവത്തെ നാഗരികതയും കാടത്തവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞത് ടി.ആർ. ഹോംസ് ആണ്. അതുപോലെ ആർ.സി. മജുംദാർ ഈ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിശേഷിപ്പിച്ചത് ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്നാണ് ആർ.സി. മജുംദാർ വിശേഷിപ്പിച്ചത്. ജെയിംസ് ഔട്ട്റാം വിശേഷിപ്പിച്ചത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്ന് നടത്തിയ ഗൂഢാലോചന എന്നാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും നടത്തിയ ഗൂഢാലോചന എന്നാണ്. ബെഞ്ചമിൻ ഡിസ്രേലിയാണ് ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് 1857 വിപ്ലവത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രധാന നേതാക്കന്മാരെ പറഞ്ഞു. ഝാൻസി റാണി ലക്ഷ്മിബായി ആണ് പറഞ്ഞു. ഝാൻസിയിൽ മാത്രമല്ല ഗോളിയോറും റാണി ലക്ഷ്മിബായി ആണ്. ഗോളിയറിൽ തന്നെയായിരുന്നു താന്തിയ തോപ്പി ഉണ്ടായിരുന്നത്. ബീഹാറിൽ ആരയിൽ കൺവർ സിംഗ് ആണ്. ജഗദീഷ്പൂരിലും കൺവർ സിംഗ് ആയിരുന്നു. ഡൽഹിയിലെ ജനറൽ ഭക്ത് ഖാൻ ആയിരുന്നു. ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക നേതാവായിരുന്നു. ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമാണ് ഡൽഹിയിലുണ്ടായിരുന്നത്. അസമിലെ ദിവാൻ മണിറാമാണ്. മീററ്റിൽ കദ്ദം സിംഗ്, കാൺപൂരിൽ നാനാ സാഹിബ്, താന്തിയ തോപ്പി, ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ, ബിർജിസ് ഖാദർ എന്നിവർ, ആഗ്ര, ഔദ്, ലക്നൗ എന്നിവിടങ്ങളിൽ ബീഗം ഹസ്രത് മഹലാണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ബറേലി, റോഹിൽഗഡ് എന്നിവിടെ ഖാൻ ബഹദൂർ ഖാൻ ആയിരുന്നു. ബറൗത്ത്, പർഗാന എന്നിവിടങ്ങളിൽ ഷാ മാലാണ്. ഹരിയാനയിൽ റാവു തുലാറാം, രാജസ്ഥാൻ കോട്ടയിൽ ജയ്ദയാലാണ് ഹർദയാൽ, മധുരയിൽ ദേവി സിംഗ്, അലഹാബാദിൽ ലിയാഖത്ത് അലി, മാൻഡസോറിൽ ഫിറോസ് ഷാ, മൊറാദാബാദിൽ അബ്ദുൽ അലി ഖാൻ എന്നിവരായിരുന്നു വിപ്ലവത്തിൻ്റെ നേതാക്കന്മാരായിട്ടുണ്ടായിരുന്നത്. 1858 1857 വിപ്ലവത്തെ പൂർണ്ണമായും അടിച്ചമർത്തിയത് 1758 1857 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്നത് കാനിങ് പ്രഭുവാണ്. വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സൺ പ്രഭുവാണ്. രാജ്ഞി ചോദിച്ചു പറഞ്ഞാൽ വിക്ടോറിയ രാജ്ഞിയാണ്. ആരായിരുന്നു? വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ഉണ്ടല്ലോ, അത് ഓർത്ത് വെച്ചാൽ മതി. വിക്ടോറിയ രാജ്ഞിയായിരുന്നു. വിപ്ലവം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈനിക തലവൻ ജോർജ് ആൻസൺ ആയിരുന്നു. കലാപം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ക്യാംബെയിലാണ്. ഈ കോളിൻ ക്യാംബെയിലാണ് ലക്നൗ, കാൺപൂർ എന്നിവിടങ്ങളിൽ കലാപം അടിച്ചമർത്തിയ സൈനിക മേധാവി എന്ന് പറയുന്നത്. ഡൽഹിയിൽ നമ്മൾ പറഞ്ഞു, ഡൽഹി കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ നിക്കോൾസൺ ആയിരുന്നു. അതുപോലെ വില്യം ഹോൺസണും ഉണ്ടായിരുന്നു. ഝാൻസിയിൽ ഹ്യൂ ഗ്രൗസ് ആയിരുന്നു കലാപം അടിച്ചമർത്തിയത്. ആരയിൽ വില്യം ടൈലറാണ് കലാപം അടിച്ചമർത്തിയത് എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്, നമ്മുടെ ആ ഭാഗത്തു നിന്നുള്ള ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ റിവിഷനിൽ ഉൾപ്പെടുത്തിയത് ലോകചരിത്രം അതുപോലെ ഇന്ത്യ ചരിത്രമാണ്. അതിൽ തന്നെ നമുക്ക് ഇത്രയും സമയം പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ റിവിഷൻ കൊണ്ടുപോകുന്നതായിരിക്കും. അതിനുള്ളിൽ നമുക്ക് എല്ലാ ഭാഗങ്ങളും പൂർത്തിയാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ ക്ലാസ്സുമായി വരുന്നതായിരിക്കും. ബൈ.